രാജ്യത്ത് യുദ്ധസമാനമായ സംഘർഷം ഉണ്ടായപ്പോഴാണ് രാജ്യത്തിനുള്ളിൽ തന്നെയുള്ളവരുടെ തനി നിറം പുറത്തു വന്നതും. ഇന്ത്യയുടെ ഒറ്റുകാർ ഇന്ത്യക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ കിട്ടിയ അവസരമായിരുന്നു ഇന്ത്യ പാക് സംഘർഷം. ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പാക് ചാരയായ ഇന്ത്യൻ സ്വദേശിനിയായ ജ്യോതി മൽഹോത്ര അടക്കം അതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യങ്ങളോട് കൂറു പുലർത്തുന്നവർ ഇന്ത്യക്കുള്ളിൽ തന്നെ, എന്തിനധികം പറയുന്നു, കേരളത്തിനുള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നിരത്തിയപ്പോൾ കാസ് രംഗത്ത് വന്നിരിക്കുകയാണ്. തുർക്കി എന്ന രാജ്യം ഇന്ത്യയോട് കാണിച്ച നീതികേട് ഇന്ത്യക്കുള്ളിൽ തന്നെ തുർക്കിക്കെതിരെ വൻ പ്രതിഷേധം നടക്കുമ്പോൾ തന്നെയാണ്, അതായത് ബോയ്ക്കോട്ട് തുർക്കി എന്ന ക്യാമ്പയിൻ അടക്കം നടക്കുമ്പോൾ കേരളത്തിലെ ചില സർവകലാശാലകളിൽ മൗനം പാലിച്ചുകൊണ്ട് തുർക്കിക്ക് പാദസേവ ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് തുർക്കിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നതാണ് കാസ് ആരോപിക്കുന്നത്. അവരുടെ പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം. തുർക്കിയുമായി കേരളത്തിലെ ചില ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് അടുത്ത ബന്ധങ്ങൾ. തുർക്കിയുടെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ കേരളത്തിലെ പല ജില്ലകളിലും പ്രവർത്തിക്കുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുർക്കിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക സംഘടനാ നേതാക്കളുടെ തുർക്കി സന്ദർശനങ്ങളും കേരളത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ മേഖലയിൽ തുർക്കിയുടെ ബന്ധങ്ങളും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. ഭാരതത്തോട് നന്ദികേട് കാട്ടിക്കൊണ്ട് തന്നെ ശത്രു രാജ്യമായ പാകിസ്ഥാന് തുർക്കി നൽകുന്ന പിന്തുണയിൽ പ്രതിഷേധിച്ച് JNUവും ഡൽഹിയിലെയും ഹൈദരാബാദിലെയും എല്ലാം തന്നെ സർവകലാശാലകളും ബിസിനസ് സ്ഥാപനങ്ങളും തുർക്കിയുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ കേരളത്തിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ ബന്ധം മൂടി വെച്ചുകൊണ്ട് തന്നെ തുർക്കിയുമായി സഹകരണം നടത്തുന്നത് തികച്ചും പ്രതിഷേധാർഹം തന്നെയാണ്. ഇതായിരുന്നു കാസ പങ്കുവച്ച പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം. മാത്രമല്ല ഇവിടെ തുർക്കിയുടെ അല്ലെങ്കിൽ തുർക്കിയുമായി പങ്കിടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആ ഒരു ഫണ്ടിങ്ങിനെ പറ്റിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണമെന്ന് തന്നെയാണ് കാസ ആവശ്യപ്പെട്ടിരിക്കുന്നതും. അതേസമയം ഇന്ത്യൻ മാർബിൾ വ്യാപാരികൾ അടക്കമായിരുന്നു തുർക്കിയുടെ സാധനങ്ങൾ വേണ്ട എന്ന നിലപാടെടുത്തതും. അവർക്ക് വ്യാപാരത്തെക്കാൾ വലുത് സ്വന്തം രാജ്യമാണ് എന്നതാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിൽ ഒരു നടപടി ഇസ്ലാമിക സ്ഥാപനങ്ങൾ എടുക്കും. ഇവർ സ്വന്തം രാജ്യത്തോട് എന്ത് കൂറാണ് പുലർത്തുന്നത് എന്നതും ഇവിടെ വലിയൊരു ചോദ്യചിഹ്നമാണ്. തുർക്കിയുമായി ഇന്ത്യക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് കോട്ടം തട്ടുകയും വ്യാപാരം മുടങ്ങുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകൾ സ്വർണം മുതൽ ആപ്പിൾ വരെയുണ്ട്. തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു വർഷം എത്തുന്നത് 284 കോടി ഡോളറിന്റെ ചരക്കുകളാണ്. പക്ഷേ തുർക്കിയും ഇന്ത്യയും തമ്മിലുള്ള ബിസിനസ് ചുരുങ്ങി വരികയാണ്. 2023-24 അത് 378 കോടി ഡോളർ വരെ എത്തിയിരുന്നു. അതുപോലെ മിനറൽ ഓയിൽ, സ്വർണം, മാർബിൾ, വെജിറ്റബിൾസ്, ആപ്പിൾ, സിമെന്റ്, കെമിക്കലുകൾ എന്നിവ ഉൾപ്പെടെ തുർക്കിയിൽ നിന്നുള്ള കമ്പനികൾ ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്തും സജീവമാണ്. സ്വർണത്തിന്റെ കാര്യത്തിൽ തുർക്കി 2178 ഷിപ്പിംഗ് ആണ് ഇന്ത്യയിലേക്ക് നടത്തിയിരുന്നത്. ഏകദേശം 17.30 കോടി ഡോളറിന്റെ സ്വർണമാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത്. തുർക്കിയിലെ 231 സ്വർണ്ണ കയറ്റുമതിക്കാർ ഇന്ത്യയിലെ 202 സ്വർണ്ണ ബിസിനസ്സുകാർക്ക് സ്വർണം നൽകി. 25% വീതമാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതി വർദ്ധിക്കുന്നത്. 9.28 കോടി ഡോളറിന്റെ ആപ്പിൾ ആയിരുന്നു തുർക്കിയിൽ നിന്നും 2023 ഇറക്കുമതി ചെയ്തതും. ഇപ്പോൾ തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തിവെച്ചുകൊണ്ട് പകരം ഹിമാചലിൽ നിന്നും ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ. പൂനെയിൽ പഴവിപണിയിൽ ഒരു സീസണിൽ മാത്രം തുർക്കി ആപ്പിളിന്റെ കച്ചവടം 1000 കോടി രൂപ മുതൽ 1200 കോടി രൂപ വരെ നടക്കുന്നുണ്ട്. തുർക്കി യാത്ര നിർത്തിവെച്ചു ഇന്ത്യക്കാർ. 3 ലക്ഷം ഇന്ത്യക്കാരായിരുന്നു ഒരു വർഷം തുർക്കിയിലെത്തുന്നത്. തുർക്കിയിലെയും അസർബൈജാനിലേക്കുമുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് 60% ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഈസി മൈ ട്രിപ്പ്, മേക്ക് മൈ ട്രിപ്പ്, ക്ലിയർ ട്രിപ്പ് തുടങ്ങിയ കമ്പനികൾ ഇന്ത്യയുടെ തുർക്കിയിലേക്കുള്ള ബുക്കിംഗ് അടക്കം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.